ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പിടിയാണ് വന്നിരിക്കുന്നത്. ചേരുവകൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് തേങ്ങ, ഇത്ര മതി, ഒരു കപ്പിനനുസരിച്ചുള്ള തേങ്ങ, ജീരകം, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ചുള്ളി എടുത്തത് ഒന്ന് ഒതുക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ പകുതി ഇത് മാവ് ഇട്ട് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമ്മൾ പകുതി ഇടേണം. ഈ ഒതുക്കിയതിട്ട് നമുക്ക് 2 മിനിറ്റ് ഇനി തിളയ്ക്കണം. അത് തിളച്ച ശേഷം ഉണ്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാവ് ഒന്ന് പത്തിരിയുടെ പരുവത്തിൽ കുഴയ്ക്കാൻ പോകുകയാണ്. കുറച്ചെടുത്ത് പിടിയും കുഴയ്ക്കുള്ളതാ നമ്മളിത് മാവ് കുഴച്ച് നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. ഇത്തിരി സമയം എടുക്കും. നമ്മൾ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ പെട്ടെന്ന് അതങ്ങ് തീരും. ഇവരൊക്കെ ഒരു രസമില്ലേ, നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ഇനി ഒരു കറിയും കൂടെ ഉണ്ട്. പിടിക്കുള്ള കോഴിക്കറി ഇവിടെ വയ്ക്കാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എണ്ണ ഒഴിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ 3 ഏലക്ക, ഇത്തിരി പെരിഞ്ചീരകം, 3 ഗ്രാമ്പ്, ഇത്രയും കൂടെ നമ്മൾ ഈ എണ്ണയിലോട്ട് ഇടാൻ പോവുകയാണ്. എല്ലാം കൂടെ നമ്മൾ ആ എണ്ണയിലോട്ട് ഇടുന്നു. അതുകൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ചതച്ചതാണ് അതിൽ കൂടെ ഇടുകയാണ്. അതൊന്ന് പച്ചമണം മാറണ വരെ നമ്മളൊന്ന് ഉള്ളതാ വെളുത്തുള്ളി, ഇഞ്ചി, മറ്റേ പട്ട എല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സവാള ഇതായി ഇടണം. ഇത് എല്ലാവരും വെച്ച് നോക്കണം. വലിയ എളുപ്പമുള്ള കാര്യങ്ങൾ അത് രീതിയിൽ നിങ്ങൾ കരിവേപ്പില കൂടെ ഇതിലോട്ടിട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഗരം മസാല, കുരുമുളക് പൊടി കൂടെ ഇതിലിടണം. നമ്മൾ കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കണം ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇടയാണ്. ഈ ഉള്ളി വയറ്റിയിൽ കൂടെ ഇടണം. ഇപ്പം നമ്മൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. നമ്മൾ 1 കിലോയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കനിൽ ആ മസാലയിലേക്ക് കിടന്നതാ ഇങ്ങനെ എടുക്കുകയാണ്. ഇനി നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. ഇതേപോലെ ഒരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. എങ്കിലേ നമുക്കതിന് ചാറ് കിട്ടുകയുള്ളൂ. വെക്കുകയാണ്. ചെറിയ തീയിലിട്ട് ഇത് വെക്കുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്താ ഒന്ന് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കണം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിക്കുക. ആ തിളച്ച വെള്ളത്തിൽ നമുക്ക് പിടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പകുതി വെച്ചിരുന്ന വെളുത്തുള്ളിയും ജീരകവും കൂടെ തേങ്ങയും കൂടെ ചതച്ചത് ഈ പിടി വേവിക്കാനായിട്ടുള്ള വെള്ളത്തിലോട്ട് ഇടുകയാണ്. നമ്മൾ ഇട്ടിട്ട് ഉപ്പ് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ പിടിയെടുത്ത് അതിലോട്ട് ഇടണം. പിടി നമ്മൾ അതിലോട്ട് ഇടണം. വെള്ളം വറ്റണ വരെ വറ്റിച്ചെടുക്കണം. ഈ വെള്ളം വറ്റണ വരെ നമ്മൾ നല്ല കുറുകി വരും. അതുവരെ നമ്മൾ കുറച്ച് കൂടുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3-4 ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോഴേ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കിയത്. ഇത് മതിയാകുമ്പോൾ അരിമാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കി ഇത് ഒന്നുകൂടെ നമുക്ക് കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് ആ കുറുകിയ മാവ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം.
അത് ഉടയാതെ ഒന്നിളയ്ക്കണം. ഇവിടെ എല്ലാം ശരിയായി വന്നിരിക്കുകയാണ്. അത് നോക്കാം. ഇത് കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പിടി എന്ന് പറയുന്ന സാധനം. ഇത് നമ്മളെ കോഴി. അപ്പം രണ്ടും കൂടെ പിടിയും കോഴി. നമുക്കിന്ന് രണ്ടൊന്നും ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടായി, എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിയും കോഴി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ, അങ്ങനെ എല്ലാവരും വല്ലപ്പോഴുമൊക്കെ ഇതും കൂടെയൊക്കെ ഉണ്ടാക്കണം. നമ്മളങ്ങനെ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇതിനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ. ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ.